ഹലോ എവരിവൺ, ഇത് രേക്കുട്ടിൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പം അംഗൻവാടിയെല്ലാം പൂട്ടിയിട്ടല്ലേ, അപ്പോൾ ഓൾ എന്തെല്ലാം വീട്ടിൽ നിന്ന് ചെയ്യുന്നതെന്ന് കാണണ്ടേ. ഇതിപ്പോൾ രാവിലെ തന്നെ എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് കുളിക്കുമ്പോൾ ഒരു ഇളക്കുണ്ടായിരുന്നു, അതാണ് ആ ഫോണ് കൊടുത്തിന്. അങ്ങനെ മുടിയെല്ലാം കെട്ടി എന്നിട്ടിപ്പോൾ മങ്കിൻ്റെ കാർട്ടൂൺ ആണെന്ന് പറഞ്ഞിട്ട് ഓളാടെ ഇരുത്തിയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി ഒക്കെ നാസ്ത കൊടുക്കലാണ്. അതൊരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ റിയക്കുട്ടി ഇല്ല പാടാന്ന്. അധികവും ഞാൻ വാരി കൊടുക്കുക ചെയ്യൽ. ഓൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ ഈ മങ്കിൻ്റെ ആണ്. ഓൾ അധികവും കാണൽ ഇത് തന്നെയാണ്. അങ്ങനെ ഓൾ കാർട്ടൂൺ കാണുന്ന സമയം കൊണ്ട് ഞാൻ ഭക്ഷണം എടുക്കാൻ പോയി. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് റിയക്കുട്ടി പറഞ്ഞ് ഞാൻ ഒറ്റക്ക് കഴിക്കാം, ഉമ്മ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കണേ എന്നെല്ലാം പറഞ്ഞേ. അങ്ങനെ വീഡിയോ എടുക്കേണ്ടിയിട്ടുള്ള പോസാക്കലാണ് കേട്ടോ ഇത്. ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്താൽ ഓൾ അധികം കഴിക്കലുണ്ട്. രാവിലെയാണ് ഇങ്ങനെ ഒറ്റക്ക് കഴിക്കാനൊരു മടി, അല്ലാത്തപ്പോൾ കഴിക്കലുണ്ട്. അംഗൻവാടി പോകുമ്പോൾ അധികം ഞാൻ വാരി കൊടുക്കൽ തന്നെയാണ്. അങ്ങനെ ഇതാ മങ്കിൻ്റെ കാർട്ടൂണും കണ്ടുകൊണ്ട് ഓക്ക് ഞാൻ വാരി കൊടുക്കുകയെന്ന്. അപ്പോൾ ഉമ്മാമനെ കാണാനായിട്ട് ഓളിങ്ങനെ ചോദിക്കുകയെന്ന്. മങ്കിൻ്റെ കാർട്ടൂൺ കാണുമ്പോൾ ഓക്ക് ഉമ്മാമയെ ഒന്ന് ചിരിക്കണം എന്തായാലും. ഉമ്മാമനെ കാണാനായിട്ട് ഇങ്ങനെ കരഞ്ഞിരിക്കുകയെന്ന്. അപ്പോഴത്തേക്ക് ഉമ്മാമ വന്ന് ഉമ്മാമ വന്നിരുന്നപ്പോൾ ഓക്ക് സമാധാനമായി. ഉമ്മാമ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് എനിക്ക് ചിരി വരുന്നതെന്ന് ഇങ്ങനെ പറയുന്നോള്. ഉമ്മാമക്ക് ഇതാ കാർട്ടൂണിൽ ഓരോ ആളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മങ്കിനെല്ലാം. മുകളിലാണ് കേട്ടോ അവളെ കുഞ്ഞ് റൂമുള്ളത്. അപ്പത്തേക്ക് ഉമ്മാമ വിളിച്ച് ബദം വേണമെന്ന് വെച്ചിട്ട്, അങ്ങനെ ബദം കഴിച്ചിട്ട് മേലെ പോവാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നോള്. ബദം വെള്ളത്തിൽ പുതിർത്തി വെച്ചത് ഓക്കെ ഇഷ്ടമാണ് കേട്ടോ, അല്ലാണ്ട് വെറുങ്ങനെ തിന്നൂല. പുതിർത്തി വെച്ചിട്ടാണെങ്കിൽ ഓൾ എന്തായാലും കഴിക്കും. അംഗൻവാടി പോകാത്തതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ഇപ്പോൾ പണിയൊന്നും ഒരുങ്ങിയില്ല. ഓളെ കളിയും കുരുത്തക്കേടും എല്ലാം ഉണ്ടാവും. ഓളെന്തെങ്കിലും കളിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനും ഉമ്മയും ഒന്നിച്ച് തന്നെ ഇരിക്കും വേണം. അംഗൻവാടി പോയാലാണെങ്കിൽ പിന്നെ വീട് ഉറങ്ങിയ പോലെ ഉണ്ടാവുക. ഓള് മാത്രമേ ഓളൊരു ഡോള് മേലെയായി പോയിന്, അതാണ് ഓളിങ്ങനെ തിരക്ക് കൂട്ടുന്നത്. ഇതാന്ന് കേട്ടോ റിയക്കുട്ടീൻ്റെ റൂം. ഇവിടെ വന്നാൽ പിന്നെ ഇപ്പോൾ ഒന്നും ഓൾ എന്തായാലും താഴേക്ക് വരില്ല. മേലെയാണെങ്കിൽ നല്ല ചൂടുമല്ലേ ഇപ്പോൾ, കുറേ സമയം ഇരിക്കാനും കഴിയൂലല്ലോ. ടോയ്സിനെ കൊണ്ടൊന്നും ഇപ്പോൾ കളിക്കാത്തതുകൊണ്ട് ഞാനല്ലേ ഇത് മേലെ കാർഡ്ബോർഡിലാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഓളിപ്പോൾ ആകെ യൂസ് ചെയ്യുന്നത് ഈ സ്ലൈഡും പിന്നെ ബൈക്ക് അങ്ങനത്തെ എല്ലാമാണ്. ബൈക്കിൻ്റെ ചാർജർ കുറേ ദിവസമായി കാണാണ്ടായിട്ട്, അത് ചാർജാക്കായിട്ട് എന്നോട് ചോദിക്കുന്നത് ഇനിയും കിട്ടിയിട്ടില്ലേ, ചാർജാക്കാൻ വെച്ചിട്ടില്ലേ എന്നല്ലോ. ഇതാണ് ഓളെ പിങ്കി എന്ന് പറഞ്ഞ ഡോള്. അധികം ഇതിനെ കൊണ്ട് തന്നെ ഓള് കളിക്കല്. ഇത് റേക്കുട്ടിൻ്റെ ചെറുതിലെ ഫോട്ടോസ് എല്ലാമാണ്. ആ വരച്ച ഫ്രെയിമെല്ലാം ഒക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് ബർത്ത്ഡേക്ക്. ആ ഡോളിൻ്റെ കോലം കണ്ടാലറിയാം ഓൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യൽ അതിനെയാണ്. ഇപ്പം നീയും പിങ്കിയും എല്ലാം വേക്കും, നീയും പിങ്കിയെല്ലാം വേക്കും ഇപ്പോൾ. അങ്ങനെ മേലെ പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഇതാ പുറത്ത് വന്നിട്ടുണ്ട് പിങ്കിനെയും മറ്റേ ഡോളിനെല്ലാം എടുത്തിട്ട്. ആ ഡോളിനപ്പുറത്തെ വീട് റോഡായതെല്ലാം പറഞ്ഞു കൊടുക്കുകയെന്ന് റേക്കുട്ടിയെ. കാടെല്ലാം വായിക്കുകൊണ്ട് ഇപ്പം നേർക്ക് അപ്പുറത്തെ വീടും എല്ലാം കാണുന്നുണ്ട്. നമുക്ക് അയൽവക്കെല്ലാം കുറച്ച് കുറവാണ് കേട്ടോ. അങ്ങനെ അവൾ കളിച്ചെല്ലാം മടുത്തിട്ട് താഴെ പോകണം എന്നിട്ട് താഴേക്ക് വന്നേ. താഴെ പോയിട്ട് അവളെ നേരെ പരിപാടി എന്ന് വെച്ചാൽ അടുക്കളയിൽ പോക്കാം. ഫ്രിഡ്ജിന് പിന്നെ റെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. ഓളെന്നെ കൂടെ തുറന്നുകൊണ്ട് വെക്കും, എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട്. ഇപ്പം മാങ്ങ കണ്ടിട്ട് ആ മാങ്ങ മുറിച്ച് തരുമോ എന്ന് ചോദിക്കുന്നു. ഫ്രിഡ്ജിൻ്റെ താഴലായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കിയെന്നോട് ഇങ്ങനെ.
പരതുന്നുണ്ട് മൊത്തം എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിനോ എന്തെങ്കിലും ഒന്ന്. അങ്ങനെ പദം കണ്ടിട്ട് പദം എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. അത് ചൂട് വെള്ളത്തിലാ വെക്കണ്ടേ? ഇങ്ങനെ കുറേ കുഞ്ഞുമ്മ മക്കളെല്ലാം കളിക്കും. പിന്നെ അടിച്ചു വാരിയും തുടച്ചിട്ടെല്ലാം ഇങ്ങനത്തെ എല്ലാം കളി കളിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ അവൾ ഡോളെല്ലാം എടുത്ത് കളിക്കാൻ തുടങ്ങി. പെൺകുട്ടിക്ക് പൊതുവേ ഡോളിനോട് പ്രത്യേക ഇഷ്ടം തന്നെയല്ലേ. ഇവക്കും അതുപോലെ തന്നെയാണ്. ഉമ്മ അപ്പത്തേക്ക് ചോറ് തന്നാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടേനുവേ. റീക്കുട്ടിയിട്ട് ഉപ്പുമ്മ ചക്ക കൊടുത്തയച്ചിനേനു. അപ്പം നമ്മളെവിടെയൊക്കെ ചക്ക വെക്കലൊക്കെ കുറവാണ്. പണ്ടൊക്കെ ഉമ്മാമൊക്കെ വെക്കും, ഇപ്പം അധികവും വെക്കലൊന്നുമില്ല. ഉമ്മാമ്മമാർ വെക്കുന്നതെല്ലാം വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ കേട്ടോ റീക്കുട്ടീൻ്റെ ഉപ്പുമ്മ വെക്കുന്നത് എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനല്ലേ ഇരുന്നേ. അപ്പോൾ ഇത് റിയക്കുട്ടി ഉപ്പാപ്പയും കൂടിയിട്ട് അടി കഴിയുന്നു. ഉപ്പാപ്പ വേണ്ടാണ്ട് ഇവളിങ്ങനെ ചൊറയാക്കിക്കൊണ്ടിരിക്കുവേ. ഉപ്പാപ്പാക്ക് ഇഷ്ടമായിട്ടോ റിയക്കുട്ടീനെ ഇങ്ങനെ ദേഷ്യം പഠിപ്പിക്കാൻ. അത് വേറെ തന്നെ ഒരു രസമല്ലേ കാണാൻ ഇവരെ ചൂടാക്കുമ്പോൾ. അങ്ങനെ ഇപ്പം മാങ്ങ മുറിക്കാൻ വേണ്ടിയിട്ട് കരയുന്നു. നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് മാങ്ങ കണ്ടുതരാൻ ഞാൻ ചോറ് വന്നിട്ട് മുറിച്ച് തരാമെന്ന് പറഞ്ഞേനു. അത് ഞാൻ തന്നെ മുറിക്കണം, ഉപ്പാപ്പയും ഉമ്മാമയൊന്നും മുറിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൾ കരയുന്നത്. അങ്ങനെ മാങ്ങയെല്ലാം മുറിച്ച് ഉമ്മാമക്കെല്ലാം കൊടുക്കുകയെന്ന്. ഉമ്മാമനോട് വേണമെന്ന് വെച്ചിട്ട് ഉമ്മാമൻ്റെ കൈമേൽ വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു, ഉമ്മ വീഡിയോ എടുക്കുന്നുണ്ടാണ് ആ മാങ്ങ തിന്നത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഓക്കും നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓളെ നിസ്കാരപ്പെടവും തട്ടയെല്ലാം ഇട്ടിട്ട് ഇരുന്നിട്ടുണ്ട്. ഓളും എൻ്റെ പേരും തന്നെ എപ്പോഴും അധികം നിസ്കരിക്കാതിരിക്കലുണ്ട് കേട്ടോ. കുറച്ച് സമയം എനിക്ക് ടാബ് തരുമോ എന്ന് വെച്ചിട്ട് ടാബ് എടുത്ത് ഇരുന്നിട്ടുണ്ട് ഇപ്പം. അങ്ങനെ വൈകുന്നേരം ആകുന്നത് റേക്കുട്ടിക്ക് ഇപ്പോൾ വലിയ ഇഷ്ടമാണ്. റോഡെല്ലാം ആയതുകൊണ്ട് ഇപ്പോൾ കളിക്കാനും സ്ഥലമുണ്ട്, സൈക്കിൾ ഓടിക്കാനും എല്ലാം. ഉമ്മയുടെ മുളക് ചിക്കിയിട്ടിട്ട് ഓക്ക് നടക്കാൻ കഴിയുന്നില്ല എന്ന് ഉമ്മാമനോട് പറയുന്നുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എപ്പോഴുള്ള കാഴ്ച തന്നെ ഇതേ. സൈക്കിൾ ഓടിച്ച് നടക്കും, അല്ലെങ്കിൽ ഇത് ഉള്ളിൽ നിന്നാണ് ഓൾ ഓടിക്കലുണ്ടായിന്. അപ്പുറത്തെ വീട്ടിൽ അവരെല്ലാം എവിടെയാണ് പോയിന്, ഞാൻ സൈക്കിൾ ഓടിക്കുന്നുണ്ട് ആരും കാണാത്തേന്ന് ഓളിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇത് ഉമ്മാമനെ വിളിക്കുന്നുണ്ട്, ടാറ്റ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഉപ്പാപ്പായിട്ട് നെക്സ്റ്റ് പോകാൻ കഴിയുന്നത്. ഡ്രസ്സൊന്നും മാറ്റാൻ തന്നെ നോക്ക് സമയമില്ല, തിരക്ക് കൂട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഉപ്പാപ്പാക്ക് ഒരു ഫോണ് വന്ന്, ഫോണെല്ലാം പിന്നെ എടുക്കുക, നെക്സ്റ്റ് ഇപ്പോൾ പൂട്ടെന്ന് പറഞ്ഞിട്ട് ഓളുപ്പാപ്പൻ്റെ ഇങ്ങനെ തിരക്ക് ആക്കുന്നുണ്ട്. ഒക്കെടേയും പോകാൻ കഴിയുന്നെങ്കിൽ അപ്പം തന്നെ പോകണം കേട്ടോ. ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒക്കെ എന്തായാലും ദേഷ്യം പിടിക്കും. അങ്ങനെ ഇതാ ഉപ്പാപ്പൻ്റെ ഒപ്പം പോകാനിറങ്ങി. മഗ്‌രിബെല്ലാം കഴിയുന്നു കേട്ടോ എത്താൻ. ഓളെ കൊണ്ടുവരുമ്പോൾ തന്നെ തിരിയുന്നുണ്ട്, എന്തോ ഓളെ ഒച്ചപ്പാടാക്കീനെ അവിടെ നിന്നാണ്. അങ്ങനെ ഓൾ എന്തിനല്ലോ വാങ്ങാൻ വേണ്ടിയിട്ട് കരഞ്ഞേനെ എന്ന് പറഞ്ഞു അവിടുന്ന്. ഉപ്പാപ്പ പിന്നെ ഓളെന്താ പറയുന്നത് അതുപോലെ തന്നെ മേടിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇതാ ഡ്രീം കേക്കും കിൻഡർ ജോയെല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഉമ്മാക്ക് വേണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പാപ്പ മോളെന്തിനാ കരഞ്ഞില്ലെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. നോക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞൂടെ, ഞാൻ വാങ്ങിത്തരൂലേ എന്നെല്ലാം ഉപ്പാപ്പ ഇങ്ങനെ ആരംഭിക്കുന്നുണ്ടോളാ. അങ്ങനെ മേലെല്ലാം കഴുകി ഡ്രസ്സെല്ലാം മാറ്റിക്കൊടുത്ത്. എന്നിട്ട് ഇപ്പോൾ ഇത് ആദ്യം ഓളെന്തെല്ലാം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കൊരു കളറ് കെട്ടിയിട്ട് ഉമ്മാമ ആടെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോൾ അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു.
ഉമ്മാമ്മക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്നു. മോനൊക്കെ അംഗനവാടിയിൽ നിന്ന് പഠിച്ച പാട്ടാണ് ഇത്. ഓൾ അധികവും പാടൽ ഈ പാട്ട് തന്നെയാണ്. ആരെപ്പോൾ പാട്ട് പാടിത്തരാൻ പറയുമ്പോൾ ആദ്യം ഈ തള്ളക്കോയിൻ്റെ പാട്ടാണ് ഓള് പാടാം. അങ്ങനെ റേക്കുട്ടി ഇതാ വീണ്ടും ഡ്രസ്സ് മാറ്റി. ഓളൊരു കസിൻ അടിച്ചതേനു ഇത്. അതിപ്പോൾ കൊണ്ടുവന്നിനെ. അപ്പോൾ ഓൾക്ക് ഇപ്പം തന്നെ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഓളെന്നെ എടുത്തിട്ടേതേ. അങ്ങനെ ഉമ്മാമ്മ എന്തോ പൊരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ട്. ചിക്കൻ പൊരിക്കുന്ന മണം ഉണ്ടല്ലോ ഉമ്മാമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഓള് വന്നിട്ടുള്ളത്. അങ്ങനെ നെക്സ്റ്റ് പോയി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അവൾ ഉപ്പയെല്ലാം ഉപ്പ വന്നിട്ട് ഇതാ ഉപ്പാനോട് ഓരോന്ന് ആരംഭത്തിൽ പറഞ്ഞു കൂട്ടുന്നുണ്ട്. കരയുന്ന പോലെയെല്ലാം അഭിനയിക്കുന്നുണ്ട്. ഉപ്പാപ്പയും ഉപ്പയെല്ലാം കണക്ക് തന്നെയാണ് കേട്ടോ ആരംഭത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.